Alhamdulillah, nahmadullah wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqqi liyudhhirahu 'ala ad-dini kullihi walau karihal musyrikun. Allahumma salli ala Muhammadin wa ala ali Muhammadin kama sallaita ala Ibrahim wa ala ali Ibrahim. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. صدق الله العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ദയാനിധിയായ റബ്ബ് നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈയിടെ കേട്ട ഒരു എഴുത്തുകാരൻ്റെ പ്രഭാഷണത്തിൻ്റെ ആദ്യ വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം: ഹൃദയങ്ങളിൽ നിന്ന് സ്നേഹവും മുഖങ്ങളിൽ നിന്ന് പുഞ്ചിരിയും പ്രകൃതിയിൽ നിന്ന് പച്ചപ്പും ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന്. നമ്മുടെ കാലത്ത് ലോകത്തിനൊരു ഭാവപ്പകർച്ച സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ പണത്തെക്കുറിച്ചും സുഖത്തെക്കുറിച്ചും പ്രശസ്തിയെക്കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിനേത് മാർഗവും അവലംബിക്കാൻ മടിക്കാത്ത ഒരു പ്രവണതയിലാണ് ഇന്ന് ലോകമുള്ളത് എന്ന് നമുക്കറിയാം. പണമുണ്ടാക്കാൻ വേണ്ടി ഏത് മാർഗവും അവലംബിക്കുന്ന ഒരു സമൂഹം. ഇന്നത്തെ പത്രത്തിൽ ഇന്നലെ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു അറസ്റ്റിനെ കുറിച്ചുള്ള വാർത്തയുണ്ട്. വിദേശികളായ 2 യുവാക്കളെ നമ്മുടെ നാട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയതിനെക്കുറിച്ച്. പത്രവാർത്ത വിശ്വസിക്കാമെങ്കിൽ ഒരു വലിയ അന്താരാഷ്ട്ര കുറ്റവാളി സംഘത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്റെ വിഷയം അവിടെയല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 10 രൂപ അത് 100 തരാം എന്ന് കാണുന്ന ഒരു പരസ്യത്തിൽ വളരെ പെട്ടെന്ന് വീണുപോകുന്ന വിദ്യാസമ്പന്നനായ പ്രബുദ്ധനായ
നല്ല അന്തസ്സുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മലയാളികളുടെ മനോഭാവങ്ങളിൽ സംഭവിച്ച മാറ്റമാണ്. ആ കഥയിലെ ഡോക്ടർക്ക് 45 ലക്ഷം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം നഷ്ടപ്പെട്ടു എന്നായിരിക്കുകയില്ല ചിന്തിക്കുന്നത്. കാരണം ചിന്തിച്ചിരുന്നത് 45 ലക്ഷം പോയിട്ടുണ്ടെങ്കിൽ 65 കോടി കിട്ടാൻ വേണ്ടിയായിരുന്നു. ചെറിയ മീനെ ചൂണ്ടലിട്ടിട്ട് വലിയ മീൻ പിടിക്കുന്നത് പോലെ. നമ്മൾ ആലോചിച്ച് നോക്കൂ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏതോ ഒരു ബാങ്കിൽ 65 കോടി രൂപ അവകാശികളില്ലാതെ കിടക്കുന്നുണ്ടെന്നും ആ പണം അടിച്ചെടുക്കാൻ, അത് തട്ടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്നും അതിന്റെ 30% കമ്മീഷൻ ഞങ്ങൾക്ക് തരണമെന്നും ഇന്റർനെറ്റിൽ ഒരു പരസ്യം കാണുമ്പോഴേക്ക് അതിൽ പെട്ടുപോകുന്ന, അതിനുവേണ്ടി വീട് വരെ വിറ്റുകളയുന്ന ഒരു മലയാളിയുടെ, ആർത്തി പൂണ്ട ഒരു മലയാളിയുടെ ഒരു ചിത്രമുണ്ട്. ഇതൊറ്റപ്പെട്ട ഒരു സംഭവമല്ല, നമ്മളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വികാരമാണ്. പണത്തിനു വേണ്ടിയും സുഖത്തിനു വേണ്ടിയും പ്രസിദ്ധിക്കു വേണ്ടിയും ഏതറ്റം വരെയും പോകാൻ, ഏത് മാർഗവും അവലംബിക്കാൻ മടിക്കാത്ത ഒരു മനസ്സ്, ഒരു സമൂഹ മനസ്സ് വളർന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കോഴിക്കോട്ടെ ഹോട്ടലിൽ നിൽക്കുന്ന പയ്യൻ പണമുണ്ടാക്കാൻ വേണ്ടി ഹോട്ടലിലെ ടോയ്ലറ്റിൽ, സ്ത്രീകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഒളിക്യാമറ വെച്ച്, മൊബൈൽ ഫോണിന്റെ ക്യാമറ വെച്ച് ആ അശ്ലീല രംഗങ്ങൾ പകർത്തി വിൽക്കാൻ ശ്രമിച്ചത്. എന്തും ചെയ്യാൻ മടിക്കാത്ത, പണത്തിനും സുഖത്തിനും പ്രശസ്തിക്കും വേണ്ടി. ഈ അടുത്ത കാലത്ത് ഒരു സിനിമാ നടിയുടെ ഇന്റർവ്യൂ വായിച്ചു ഞാൻ. ഇപ്പോ സിനിമകളിലൊന്നും കാണാത്ത ആ നടി അവരുടെ വളർച്ചയുടെ പടവുകൾ വിശദീകരിക്കുകയാണ്. അപ്പൊ അതിൽ പറയും, ആദ്യമായി സിനിമാ മോഹവുമായി നടന്ന കാലത്ത് എങ്ങനെയെങ്കിലും എന്റെ മുഖം സിനിമയിൽ കാണിക്കണമെന്ന അദമ്യമായ അഭിലാഷത്തോടുകൂടി ഞാൻ ഇന്ന പ്രൊഡ്യൂസറെ പോയി കണ്ടു. അപ്പൊ അവരുടെ പ്രൊജക്റ്റിൽ ഒരു അവസരം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, ഡയറക്ടർ വരട്ടെ, അപ്പൊ നിങ്ങൾ വിളിക്കാം, അദ്ദേഹവുമായിട്ട് കാണാനുള്ള അവസരം ഉണ്ടാക്കാം. പക്ഷെ പലതവണ പോയിട്ടും ഈ വിളി വരുന്നില്ല. അവസാനം പ്രൊഡ്യൂസറുമായി അടുപ്പമുള്ള ഒരാളെ സമീപിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങൾ പ്രൊഡ്യൂസറെ കാണേണ്ട വിധമല്ല കണ്ടത്, അതുകൊണ്ടാണ് കാര്യം നടക്കാത്തത്. കാണേണ്ട വിധം കാണണം. അപ്പൊ അവർ പറഞ്ഞു, ഞാൻ എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണ്, എന്തും നൽകാൻ ഞാൻ റെഡിയാണ്. കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് സിനിമയിൽ ഒരു താരമാവുക എന്നത്. അങ്ങനെ പ്രൊഡ്യൂസറെ പോയി കാണുകയും അദ്ദേഹത്തിന് വേണ്ടതെല്ലാം കൊടുക്കുകയും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതായി എന്തൊക്കെയുണ്ടോ അതൊക്കെ അടിയറ വെച്ചു. അപ്പോൾ അവർക്ക് അവസരം കിട്ടി. അങ്ങനെ സിനിമയിൽ ഓരോ പടവുകളിലൂടെ കയറിപ്പോയ കഥ പറയുകയാണ്. ഇതൊരു നടിയുടെ അനുഭവമല്ല. ഇതൊരു ടെലിഫിലിമിലാണെങ്കിലും സീരിയലിലാണെങ്കിലും റിയാലിറ്റി ഷോയിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ ഈ രംഗങ്ങൾ ഇത്തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തിയും പണവും സുഖവും പ്രധാനമാണ്. അതിനുവേണ്ടി ഏത് മൂല്യങ്ങളെ ചവിട്ടിമെതിച്ചുകൊണ്ട് എന്ത് ചെയ്യാനും ഞാൻ റെഡിയായിരിക്കുന്നു എന്ന ഒരു മനസ്സ്, എന്ന ഒരു സമൂഹ മനസ്സ് നമ്മുടെ ചുറ്റുപാടും വളർന്നു വരുന്നത് വളരെ ഗൗരവത്തിൽ നമുക്ക് കാണേണ്ടതുണ്ട്. ഞാൻ ആ വിഷയം പറയാൻ വേണ്ടിയല്ല ഇതൊക്കെ സൂചിപ്പിച്ചത്. പണമുണ്ടാക്കാനുള്ള ഒരു കുറുക്കുവഴിയായി വിവാഹത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വെക്കേഷനാണ് വരുന്നത്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സദസ്സിൽ ധാരാളം യുവ സുഹൃത്തുക്കളുണ്ട്. പലരും വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആളുകളാണ്. ചിലർക്ക് ഗൾഫിൽ നിന്ന് വന്ന് വേഗം ഒരു വിവാഹം കഴിച്ച് പോകാൻ വേണ്ടി തിടുക്കമുള്ളവരാണ്. വളരെ നിർണായകമായ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് വിവാഹം എന്ന് പറയുന്നത്. പക്ഷെ ഈ വിവാഹം എന്ന സംഗതി പോലും പണമുണ്ടാക്കാനുള്ള ഒരു കുറുക്കുവഴിയായി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഭൗതികത, ഒരു ദുനിയാ പ്രമത്തത നമ്മെ ബാധിച്ചിട്ടുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ വളരെ കാര്യമായി ആലോചിച്ചുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മുടെ ജീവിത മനോഭാവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ നിക്കാഹ് കഴിക്കുമ്പോൾ സ്വീകരിക്കേണ്ട സംസ്കാരമേത് എന്ന് എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളും അതുപോലെ യുവതികളും സഹോദരിമാരും ചിന്തിക്കണം എന്ന് വസിയത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഖുതുബയിൽ ശ്രമിക്കുന്നത്.
വിവാഹം എന്ന് പറയുന്നത് പണമുണ്ടാക്കാനുള്ള ഒരു കുറുക്കു വഴിയല്ല. അത് മനുഷ്യ സമൂഹത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുനർനിർമ്മാണമാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിലൂടെ സംഭവിക്കുന്നത്. ഒരു പുതിയ തലമുറയുടെ അടിത്തറയിടലാണ് നിക്കാഹിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വസിയ്യത്ത്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിഹസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. ഈ ഹദീസിന്റെ പരിഭാഷ ഈ സദസ്സിൽ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. അതിന് മാത്രം നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വിവാഹ സമ്പ്രദായങ്ങളെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവാഹ സമ്പ്രദായങ്ങൾ, സ്ത്രീധന കല്യാണം, തറവാട്ട് കല്യാണം, സൗന്ദര്യ കല്യാണം, ആർഭാട കല്യാണം, പൊങ്ങച്ച കല്യാണം, ഇങ്ങനെ ഒരുപിടി വിവാഹങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആദർശബോധമുള്ള ഇസ്ലാമികമായ ബോധമുള്ള യുവാക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഫൾഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്. ആദർശബോധമുള്ളവളെ നീ തിരഞ്ഞെടുക്കൂ, ധർമ്മബോധമുള്ള ഒരു യുവതിയെ തിരഞ്ഞെടുക്കൂ. അങ്ങനെ നീ ജീവിതത്തിൽ വിജയിക്കൂ, അല്ലെങ്കിൽ നിനക്ക് നാശമാണ്, പരാജയമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നറിയിപ്പിന്റെ മുമ്പിൽ വേണം നമ്മൾ മുഹാസബ നടത്താൻ. സ്ത്രീധന കല്യാണം, അതിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. സ്ത്രീധനം പറയാതെ, സ്ത്രീധനം ചോദിക്കാതെ എങ്ങനെ സ്ത്രീധനം നമ്മുടെ കയ്യിലേക്ക് വരാം എന്ന് വളരെ കൗശലപൂർവ്വം ചിന്തിച്ചുറച്ച് ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ഒരു യുവ സമൂഹമാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം അണ്ടർസ്റ്റുഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ടതില്ല. ഇത് ഇത്ര ലക്ഷം, ഇത്ര കോടിയുടെ ആസ്തിയുള്ള ഒരാളാണ് എന്ന് കണ്ടുകൊണ്ട്, ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പുളിങ്കൊമ്പിൽ പിടിക്കുക എന്ന് പറയും, പിടിച്ചത് വളരെ ഉയരത്തിലാണ്. അത്തരം ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലാണ്, ഡയറക്റ്റ് സ്ത്രീധനമായാലും ഇൻഡയറക്റ്റ് സ്ത്രീധനമായാലും, സ്ത്രീധനം എന്ന് പറയുന്നത് നിഷിദ്ധമാണ് എന്നെല്ലാവർക്കും അറിയാം. നിഷിദ്ധമായ പണം കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ദീനിന്റെ വിധി എന്താണെന്ന് നമുക്കറിയാം. നിഷിദ്ധം നമ്മൾ ഉപയോഗിച്ചുകൂടാ, നിഷിദ്ധം നമ്മൾ ഉപയോഗിപ്പിച്ചുകൂടാ. മറ്റുള്ളവരെ കൊണ്ടത് നിഷിദ്ധം തിന്നാൻ പാടില്ല, മറ്റുള്ളവരെ തീറ്റാനും പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, സ്ത്രീധനം എന്ന് പറയുന്നത് നിഷിദ്ധമാണെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക വാങ്ങിക്കൊണ്ട് അയാൾ ചെയ്യുന്നതെല്ലാം നിഷിദ്ധമായ പണം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, സ്വയം തിന്നുക മാത്രമല്ല, ഡ്രസ്സ് വാങ്ങുക മാത്രമല്ല, നിഷിദ്ധത്തിന്റെ പണം കൊണ്ടുള്ള ഭക്ഷണം, നിഷിദ്ധത്തിന്റെ പണം കൊണ്ടുള്ള വസ്ത്രം, ആ നിഷിദ്ധം സ്വന്തം കുടുംബത്തെ തീറ്റുക മാത്രമല്ല, നാട്ടിലുള്ള നല്ലവരായ മനുഷ്യരെയൊക്കെ വിളിച്ചിട്ട് ആ നിഷിദ്ധം തീറ്റിക്കുകയും ചെയ്യുന്ന ഒരു കുറ്റത്തിൽ നിന്ന് ഒരുപാട് കുറ്റങ്ങളിലേക്ക് പോകുന്ന ഒന്നാണ് എന്ന് നമ്മൾ അറിയണം. വിശുദ്ധ ഖുർആൻ ഒരു അടിസ്ഥാനം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങൾ അന്യായമായ നിലയ്ക്ക് പണം തിന്നാൻ പാടില്ല, അന്യായമായ നിലയ്ക്ക് പണം തിന്നാൻ പാടില്ല. പരസ്പര സമ്മതത്തോടും പരസ്പര സംതൃപ്തിയോടും കൂടി അനുവദിക്കുന്നത് മാത്രമേ അനുഭവിക്കാൻ പാടുള്ളൂ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാനമാണ്. സ്ത്രീധനം എന്ന് പറയുന്നത് നിർബന്ധിതമാക്കപ്പെട്ട സാഹചര്യത്തിൽ നിസ്സഹായതയോടുകൂടി ഒരു പെൺകുട്ടിയുടെ പിതാവ് നൽകുന്ന പണം, അതങ്ങനെയാണെങ്കിൽ, അത് ബാത്തിലായ പണമാണെങ്കിൽ, പ്രിയമുള്ളവരെ, അതിന്റെ വിധിയെക്കുറിച്ച് നമ്മൾ സഗൗരവം ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടുപേര് തമ്മിൽ പണമിടപാടിൽ അതൃപ്തിയുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ അവരുടെ കാര്യം പെൻഡിങ്ങിൽ വെക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവർ തമ്മിലുള്ള പ്രശ്നം, ഇയാൾ തൗബ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ആ പണം തിരിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹവുമായിട്ട് സംതൃപ്തിയിലുള്ള ഒരു കരാറിലെത്തിയില്ലെങ്കിൽ, അഥവാ ഈ മനുഷ്യൻ പൊരുത്തപ്പെട്ടു കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാര്യം അപകടത്തിലാകുമെന്ന് വളരെ ഗൗരവത്തിൽ മുന്നറിയിപ്പ് നൽകപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ നമ്മൾ. ഇതൊന്നും നിയമം കൊണ്ട് മാറ്റാൻ കഴിയില്ല. നിയമം കൊണ്ട് മാറുമാര് പണ്ട് നമ്മുടെ നാട് നന്നായേനെ. 1961 മുതൽ ഡൗറി പ്രിവെൻഷൻ ആക്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ, സ്ത്രീധന നിരോധന നിയമം. 2003 മുതൽ ഗാർഹിക പീഡന നിരോധന നിയമമുണ്ട്. ഈ നിയമങ്ങളെയൊക്കെ പരിഹാസ്യമാക്കി തീർക്കുന്ന രീതിയിൽ
വമ്പിച്ച വളർച്ചയാണ് ഈ മേഖലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നത് ഓരോ 6 മണിക്കൂറിലും ഒരു സ്ത്രീധന പീഡന മരണം നടക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. തീ കൊളുത്തിയുള്ള മരണങ്ങൾ, ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള, സിലിണ്ടർ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള മരണങ്ങൾ, ഒരു പിടി കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്ന മരണങ്ങൾ, എത്രയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ പറയുന്നു, നാട്ടിൽ നടക്കുന്ന അത്തരം സംഗതികൾ, നമ്മുടെ പള്ളി കമ്മിറ്റികൾ പോലും മഹല്ലുകൾ പോലും ഈ സ്ത്രീധന സമ്പ്രദായം ഇങ്ങനെ നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീധനത്തിന്റെ ഒരു ഓഹരി മഹല്ല് കമ്മിറ്റിയിലേക്ക് വരുന്നു, പള്ളിയുടെ ഭണ്ഡാരത്തിലേക്ക് വരുന്നു എന്നതുകൊണ്ട് കല്യാണാലോചന നടക്കുമ്പോൾ തന്നെ പള്ളി കമ്മിറ്റിക്കാരനെ കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്ന സമ്പ്രദായം നിലനിൽക്കുന്ന സ്ഥലങ്ങൾ പോലുമുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പള്ളി കമ്മിറ്റിയുടെ ഒരു മെമ്പർ കൂടെ ഉണ്ടാവും. അതെന്തിനാന്ന് ചോദിച്ചാൽ പണ്ടം കുറച്ച് പണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം സ്വർണത്തിന് പള്ളിയിലേക്ക് കമ്മീഷനില്ല, കമ്മീഷനുള്ളത് കറൻസിക്കാണ്. അതുകൊണ്ട് പണം എത്രയും കൂട്ടി സ്വർണം കുറക്കാൻ വേണ്ടി, പള്ളിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പള്ളി കമ്മിറ്റി മെമ്പർ കൂടി ആലോചനയ്ക്ക് പോകുന്ന മഹല്ലുകളുണ്ടെന്നറിയുമ്പോൾ എന്തുമാത്രം അത് പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ വഴിയിൽ ചിലവഴിക്കാൻ ഈ നിഷിദ്ധമായ പണം ഉപയോഗിച്ചുകൂടാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, ചെലവഴിക്കാൻ വേണ്ടി ചീത്തത് നിങ്ങൾ തിരഞ്ഞെടുത്തു വെക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ലതേ ചെലവഴിക്കാൻ പാടുള്ളൂ. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, അള്ളാഹു പരിശുദ്ധനാണ്, അവൻ പരിശുദ്ധമായ ധനമേ സ്വീകരിക്കൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നു. വളരെ ഗൗരവത്തിൽ നമ്മൾ അതുപോലെ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ തറവാട്ട് കല്യാണം, തറവാടുകൾ നോക്കിയിട്ടുള്ള കല്യാണം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കല്യാണങ്ങൾ, സൗന്ദര്യ കല്യാണം, സൗന്ദര്യം, ശരീരത്തിന്റെ സൗന്ദര്യം മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള അഥവാ അതിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള കല്യാണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കുപ്പയിലെ പച്ചപ്പാണെന്നാണ്. നിങ്ങൾ കുപ്പയിലെ പച്ചപ്പിനെ തേടരുത് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. സഹാബിമാർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് കുപ്പയിലെ പച്ചപ്പ്? അൽ മർഅത്തുൽ ഹസന ഫിൽ മൻബത്തി സൂ, മോശമായ സാഹചര്യങ്ങളിൽ വളർന്നു വന്ന സാംസ്കാരികമായിട്ട് നിലവാരമില്ലാത്ത സുന്ദരിയായിട്ടുള്ള സ്ത്രീ. സൗന്ദര്യം മാത്രം മാനദണ്ഡമാക്കുമ്പോൾ അവരുടെ വ്യക്തിത്വം, അവരുടെ ആദർശം, അവരുടെ ജീവിത വീക്ഷണം ഇതൊന്നും പരിഗണിക്കാതെ ആ സൗന്ദര്യത്തിന്റെ പിന്നാലെ പോകുമ്പോൾ പലപ്പോഴും വമ്പിച്ച അപകടങ്ങൾ പറ്റുമെന്ന് പ്രവാചകൻ പറയുകയാണ്. അതുപോലെ ആർഭാട കല്യാണങ്ങളും പൊങ്ങച്ച കല്യാണങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പറഞ്ഞതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തു, ഫൽഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക്, ദീനീബോധമുള്ള ഇസ്ലാമിക പ്രവർത്തകരായ യുവാക്കൾ, ചെറുപ്പക്കാർ, നിങ്ങളുടെ ദീനീബോധവും നിങ്ങളുടെ പ്രതിബദ്ധതയും തെളിയിക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു സന്ദർഭമാണിത്. അവസരം കളഞ്ഞു കുളിക്കരുത്. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രസംഗങ്ങളെക്കാൾ, നിങ്ങളുടെ മറ്റുള്ള സാമൂഹ്യ സേവന സംരംഭങ്ങളെക്കാൾ നിങ്ങളുടെ ജീവിതം ഈ സമൂഹം ഉറ്റുനോക്കുന്നു. സമൂഹത്തിന് ഇടയിൽ ഇറങ്ങിപ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിപ്ലവ വായാടിത്തങ്ങളല്ല, നിങ്ങളുടെ ജീവിതം ഈ സമൂഹം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ കല്യാണത്തിന്റെ പ്രശ്നം വന്നപ്പോൾ തൽക്കാലമെല്ലാം മറക്കുകയും പുളിങ്കൊമ്പിൽ കയറി പിടിക്കുകയും വലിയ സമ്പത്തിന്റെ ഒരു വലിയ ഭണ്ഡാരം കൈക്കലാക്കാൻ കൗശലപൂർവ്വം ശ്രമിക്കുകയും ചെയ്തിട്ട് ആ കൊട്ടാര സമാനമായ കാറിൽ നടത്തിട്ട് വിപ്ലവവായാടിത്തം പ്രസംഗിക്കുമ്പോൾ, സമൂഹത്തിന്റെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പാവങ്ങളെ സഹായിക്കുന്ന സംഘത്തിലെ ഒരുവനാണ് ഞാനെന്ന് പറയുമ്പോൾ ജനങ്ങൾ അത് പരിഗണിക്കുകയില്ല എന്ന് വളരെ ഗൗരവത്തിൽ, വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് അടിസ്ഥാനപരമായ പൊരുത്തം എന്ന് പറയുന്നത് ആദർശത്തിന്റെ കാര്യത്തിലാണ്, ജീവിത വീക്ഷണത്തിന്റെ കാര്യത്തിലാണ്. ഈ ആദർശവും ജീവിത വീക്ഷണവും വ്യത്യസ്തമായ ആളുകൾ തമ്മിൽ വിവാഹം നടന്നാൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. കിഴക്കോട്ട് പോകണമെന്ന് പറയുന്ന ഒരു ദർശനവും പടിഞ്ഞാറോട്ട് പോകണമെന്ന് പറയുന്ന ഒരു ദർശനവും, ഒന്നിൽ വിശ്വസിക്കണമെന്ന് പറയുന്ന ഒരു ദർശനവും 3ൽ വിശ്വസിക്കണമെന്ന് പറയുന്ന ഒരു ദർശനവും, ഇതൊന്നും ഒരിക്കലും തീർത്തും വലിയ വൈരുദ്ധ്യങ്ങളാണെങ്കിൽ, ഒരിക്കലും ഐക്യപ്പെടുകയില്ലെങ്കിൽ അങ്ങനെ 2 ദർശനവും 2 ആദർശവുമുള്ള ആളുകൾ, 2 ജീവിത വീക്ഷണം പുലർത്തുന്ന ആളുകൾ ഒന്നായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപിടി വൈരുദ്ധ്യങ്ങളുണ്ടാകും, ഒരുപിടി ദുരന്തങ്ങളുണ്ടാകും. വിശേഷിച്ചും സന്താനങ്ങളുടെയൊക്കെ കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാർ അവരുടെ വിവാഹത്തിന്റെ സന്ദർഭങ്ങളിൽ ഒരു ആദർശ സംവാദം നടത്തണം.
ഒരാശയവിനിമയം നടത്തണം, ആദർശത്തെ സംബന്ധിച്ചും ജീവിത വീക്ഷണത്തെക്കുറിച്ചും. നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടല്ലോ. ഇനിയിപ്പോ അവര് തമ്മിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് കാരണവന്മാർ മാറി നിൽക്കും. അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആ സംസാരം ആദർശത്തെക്കുറിച്ചായിരിക്കണം, ആ സംസാരം ദീനിനെ കുറിച്ചായിരിക്കണം, ആ സംഭാഷണം ജീവിത വീക്ഷണത്തെക്കുറിച്ചായിരിക്കണം. അപ്പോഴേ നമ്മുടെ യുവതികൾക്ക് ഉമ്മുസലീമിന്റെ പിന്മുറക്കാരായി മാറാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മുസലീമിന്റെ മുമ്പിൽ കല്യാണാലോചനയുമായിട്ട് അബൂ തൽഹയാണ് വരുന്നത്. മദീനയിലെ ഏറ്റവും ധനാഢ്യനായ ചെറുപ്പക്കാരൻ, 900 ഈത്തപ്പനകളുള്ള സമൃദ്ധമായ തോട്ടത്തിന്റെ ഉടമയായ ചെറുപ്പക്കാരൻ. പക്ഷെ ഉമ്മുസലീം അദ്ദേഹത്തിന്റെ അത്തരം സംഭാഷണങ്ങളിൽ ശ്രദ്ധിച്ചതേയില്ല. ഉമ്മുസലീം അവസാനം ചോദിക്കുന്നത്, അല്ല അബൂ തൽഹ, താങ്കൾ ഒരു ബഹുദൈവാരാധകനാണല്ലോ, അപ്പൊ താങ്കളുടെ ആദർശം എന്താണ്? ഒരാശാരി ചെത്തിയുണ്ടാക്കിയ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ തലകുനിക്കുന്നവനല്ലേ താങ്കൾ? അബൂ തൽഹക്ക് അത്തരം ഒരു ചർച്ചയിൽ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നെപ്പോലെ ധനാഢ്യനായ ഒരു യുവാവ് ചെന്ന് വിവാഹാലോചന നടത്തിയാൽ വളരെ പെട്ടെന്ന് സമ്മതിക്കുമെന്നാണ് അബൂ തൽഹ കരുതിയത്. ഉമ്മുസലീം ആദർശ സംവാദം നടത്തുകയാണ്. തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരനോട് നിരാശനായി പോയി. രണ്ടാമതും വന്നു അദ്ദേഹം. അപ്പോഴും ഉമ്മുസലീം ആദർശ സംവാദമാണ് നടത്തുന്നത്. ഉമ്മുസലീമിന്റെ സംഭാഷണം അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണത്തെക്കുറിച്ചാണ്. അല്ല സഹോദര, താങ്കൾ ഒരു നീഗ്രോ ചെറുക്കൻ ഈ മണ്ണിൽ കിളർത്തു വന്ന ഒരു മരത്തിന്റെ ചില്ലയിൽ ചെത്തിയുണ്ടാക്കിയ ഒരു ഈശ്വരനെ, അതിനെ പൂജിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് അദ്ദേഹത്തിന്റെ ആദർശത്തെ നിശിതമായിട്ട് വിചാരണ നടത്തുകയാണ് മുസ്ലിം. അദ്ദേഹം ചിന്തിക്കുകയാണ്. മടങ്ങിപ്പോയി. 3ാം തവണയും കല്യാണാലോചനയുമായി വരുന്നു. അന്നും മുസ്ലിം ജീവിത വീക്ഷണത്തെക്കുറിച്ചും ആദർശത്തെക്കുറിച്ചും സംസാരിച്ചു. അവസാനം പറഞ്ഞു, അബൂ തൽഹ, നിങ്ങൾക്ക് എന്നോടുള്ള ആഗ്രഹം എനിക്ക് മനസ്സിലാകും, പക്ഷേ നിങ്ങൾ എത്രമാത്രം വിഡ്ഢിത്തമുള്ള ഒരു ആദർശത്തിലാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയാണ് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ദൈവത്തെ എടുത്ത് കത്തുന്ന തീയിലേക്കിട്ടാൽ കത്തിക്കരിഞ്ഞു പോകുമല്ലോ. കത്തുന്ന ദൈവമോ കരിഞ്ഞു പോകുന്ന ദൈവമോ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിന്താമണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഉമ്മുസലീമിനെ കല്യാണം കഴിക്കാനുള്ള ഈ അവസാനത്തെ ചർച്ചയിൽ അബൂ തൽഹ ചിന്തിക്കുന്നത്, ഇനി ഇവൾക്ക് വലിയ നിർബന്ധമാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചൊക്കെ കല്യാണത്തിന് ശേഷം ആലോചിക്കാം എന്ന ഒരു മനസ്സുമായിട്ടാണ് അബൂ തൽഹ ചർച്ച ചെയ്യുന്നത്. ഉമ്മുസലീം ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇദ്ദേഹത്തിന്റെ ആദർശപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥയെ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് സത്യത്തിന്റെ പാത സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ആ പാത സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്ന അദ്ദേഹത്തെ വിവാഹം ചെയ്യാനാണെങ്കിൽ ഞാൻ സന്നദ്ധനാണ് എന്ന അർത്ഥത്തിലാണ് ഉമ്മുസലീം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ തിരിച്ചാണ് പലപ്പോഴും. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും, സംഭവിക്കേണ്ടതില്ലാത്ത എല്ലാ വൃത്തികേടുകളും സംഭവിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ കുട്ടി പോലും ജനിച്ചിട്ടുണ്ടാവും. പിന്നെയാണ് നമ്മൾ ഇസ്ലാമാക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അങ്ങനെ ഒരു പ്രേമത്തിൽപ്പെട്ടു, കല്യാണം കഴിച്ചു. ഇനിയിപ്പോ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ എന്താണ് വഴി? അങ്ങനെ പൊന്നാനിയിൽ പോയി തൊപ്പിയിടുകയോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹോ പറയുന്ന, അങ്ങനെ ഇസ്ലാമാക്കുന്ന, മാമോദീസ മുക്കുന്ന ഏർപ്പാടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മുസലീം അദ്ദേഹത്തിന്റെ ആദർശത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവസാനത്തെ ഈ ചോദ്യത്തോടുകൂടി കത്തിക്കരിഞ്ഞു പോകുന്ന ഒരു ദൈവമോ, ആ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ കുമ്പിടുന്ന ജീവിതം എത്ര മോശപ്പെട്ട ഒരു ജീവിതമാണ് എന്ന് പറയുമ്പോൾ അബൂ തൽഹ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂൽ. എനിക്കൊരു ഏറ്റവും വിലപ്പെട്ട ഒരു പാതയാണല്ലോ ഇവൾ കാണിച്ചു തന്നത്. ഇവൾക്ക് എന്ത് മഹർ വേണമെങ്കിലും ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സന്നദ്ധനാകുമ്പോൾ ഉമ്മുസലീം പറയുന്നു, നിങ്ങളുടെ അത്തരം മഹറുകളൊന്നും എനിക്ക് ആവശ്യമില്ല. താങ്കളുടെ ഈ സത്യമാർഗത്തിലേക്കുള്ള പ്രവേശനമുണ്ടല്ലോ, ഈ ആദർശത്തെ താങ്കൾ അംഗീകരിച്ചല്ലോ, ഈ ഷഹാദത്തുണ്ടല്ലോ, ഈ സത്യസാക്ഷ്യമുണ്ടല്ലോ, ഇത് മതി എനിക്ക് മഹറായി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വരനായി സ്വീകരിക്കുന്ന ഒരു രംഗം ചരിത്രത്തിലുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. നീ നിമിത്തമായി ഒരാൾ ഈ ദൈവിക ദർശനത്തിലേക്ക് കടന്നു വരിക. സൂര്യന് കീഴെയുള്ള എല്ലാ വസ്തുക്കളെക്കാളും, ഈ ഭൗതിക ലോകത്തിന്റെ സകല സംഗതികളെക്കാളും നിനക്ക് വിലപ്പെട്ടത്, നിനക്ക് വിശിഷ്ടമായത് അതാണ് എന്ന് പറഞ്ഞ പ്രവാചകന്റെ വചനം ഉമ്മുസലീമിന്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഒരു ആദർശ സംവാദം, ആദർശത്തെക്കുറിച്ചും ജീവിത വീക്ഷണത്തെക്കുറിച്ചുമുള്ള ആശയവിനിമയമാണ് വിവാഹം കഴിക്കാൻ പോകുന്ന യുവതി യുവാക്കൾ തമ്മിൽ പരസ്പരം നടത്തേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് ശരിയായ ഒരു ആദർശ വിവാഹത്തിലൂടെ
നമുക്ക് ദാമ്പത്യത്തിലേക്കും പുതിയൊരു ജീവിതത്തിലേക്കും പ്രവേശിക്കാൻ കഴിയൂ എന്ന് നമ്മൾ അറിയണം. കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കളാണ് മാർഗതടസ്സം. ആദർശബോധമുള്ള യുവാക്കൾ, ചെറുപ്പക്കാർ അത്തരമൊരു തീരുമാനത്തിലൂടെ മുമ്പോട്ട് പോയാൽ അവരുടെ മുമ്പിൽ മാർഗതടസ്സം സൃഷ്ടിക്കുന്നത് പലപ്പോഴും നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന നല്ല വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന മാതാപിതാക്കൾ തന്നെയാണ്. പുതിയാപ്പിള്ളയുടെ പുതിയാപ്പിള്ളയുടെ ഉമ്മയും പെങ്ങളും ഇവരൊക്കെയാണ് പലപ്പോഴും വലിയ തടസ്സമായിട്ട് വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയെ ആദ്യമായിട്ട് അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ, അവരുടെ കഴുത്തിലുള്ള മാല, ഇതൊക്കെ ഈ പറഞ്ഞ പവനുണ്ടോ, ഇത് നല്ല സ്വർണമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ബേജാറ് പുലർത്തുന്ന എത്രയോ സഹോദരിമാരെ, പുതിയാപ്പിളയുടെ പെങ്ങന്മാരെ, പുതിയാപ്പിളയുടെ ഉമ്മുമ്മയുടെ മുമ്പിൽ വരെ പരിശോധനയ്ക്ക് വിധേയമായിട്ട് വേണം പലപ്പോഴും ഈ യുവതിക്ക് ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു വലിയ ഗതികേടാണ്. രക്ഷിതാക്കൾ വാപ്പ തന്നെ തടസ്സം നിൽക്കുകയാണ്, വാപ്പ ആദർശമാർഗത്തിൽ തടസ്സമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ആദർശബോധമുള്ള ചെറുപ്പക്കാരെ അത്തരമുള്ള ഒരു വിവാഹത്തിലേക്ക് പ്രേരിപ്പിക്കാൻ രക്ഷിതാക്കൾ കുറച്ചുകൂടി വിശാലമനസ്കരാകണം എന്നാണ് സൂചിപ്പിക്കുന്നത്. തന്റെ വീട്ടിലേക്കൊരു മരുമകൾ കടന്നു വരുമ്പോൾ അതാരായിരിക്കണമെന്ന ഒരു ബോധ്യമുണ്ടാകണം രക്ഷിതാക്കൾക്ക്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. പാലിൽ വെള്ളം ചേർക്കരുത്, വെള്ളം ചേർത്താൽ അല്ലാഹു കാണുമല്ലോ, ശിക്ഷിക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ പാലിൽ വെള്ളം ചേർക്കുകയില്ലെന്ന് വാശി പിടിച്ച ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിയെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുകയാണ്. വീട്ടിൽ വന്നിട്ട് അദ്ദേഹം മകനെ, മൂത്ത മകനായ ആസിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇന്നയിടത്ത് ഒരു ഉമ്മയും മകളും താമസിക്കുന്നു. ആ മകൾ ദൈവബോധമുള്ള ഒരു പെൺകുട്ടിയാണ്, ദൈവബോധമുള്ള ഒരു പെൺകുട്ടി. മരുമകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്, ദൈവബോധമുള്ള പെൺകുട്ടി. അവൾ വിവാഹിതയാണോ എന്ന് നീ അന്വേഷിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ വിവാഹം നടത്തിയാലോ, നിങ്ങളുടെ ഈ ബന്ധത്തിലുണ്ടാവുന്ന സന്താനത്തെ അല്ലാഹു അനുഗ്രഹിക്കും എന്നെനിക്കൊരു തോന്നലുണ്ട് എന്ന് പറയുകയാണ് ഖലീഫ ഉമർ റളിയല്ലാഹു തആല. ആ വിവാഹം നടന്നു എന്ന് നമുക്കറിയാം. ആ വിവാഹത്തിലാണ് ഉമ്മു ആസിം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിക്കുന്നത്. ആ ഉമ്മു ആസിമിനെ കല്യാണം കഴിക്കുന്നത് ചരിത്രം പറയും അബ്ദുൽ അസീസ് ബിൻ മർവാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ ബന്ധത്തിലാണ് ലോകമറിയുന്ന നീതിയുടെ പര്യായമായി മാറിയ ഉമർ രണ്ടാമൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത്. ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വഖൽബിഹി. ഉമറിന്റെ ഹൃദയത്തിലും ഉമറിന്റെ നാവിലും അല്ലാഹു സത്യത്തെ മുദ്രണം ചെയ്തു എന്ന് പ്രവാചകൻ അഭിനന്ദിച്ചിട്ടുണ്ട് ഉമർ അൽ ഫാറൂഖിനെ കുറിച്ച്. ലോകവിസ്തൃതനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉമർ രണ്ടാമൻ ഈ ബന്ധത്തിലാണ് ജനിക്കുന്നത്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത്, രക്ഷിതാക്കൾ കുറച്ചുകൂടി ഇസ്ലാമികമായ ഒരു സമീപനം ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. തങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്നിടത്തും തങ്ങളുടെ ആൺമക്കളെ വിവാഹം ചെയ്യിപ്പിക്കുന്നിടത്തും അവരുടെ ആദർശബോധത്തിന്റെ മുമ്പിൽ, അവരുടെ ദീനീ പ്രതിബദ്ധതയുടെ മുമ്പിൽ ഒരു തടസ്സമായി, ഒരു മാർഗതടസ്സമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. യുവാക്കളും യുവതികളും തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അവസരമായി അള്ളാഹുവിനോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത, അള്ളാഹുവിന്റെ ദീനിനോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത, ഇത് തെളിയിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല ഒരു അവസരമായി, അഥവാ പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ ഒളിച്ചോടുകയാണ് തീരുമാനമെങ്കിൽ തീർച്ചയായും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞോട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് പഴയപടി പിന്നെ ഇസ്ലാമിൽ പ്രവർത്തിക്കാം, ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാം, സംഘടനകളിൽ പ്രവർത്തിക്കാം, സാമൂഹ്യ പ്രവർത്തനം നടത്താം. ഈ കല്യാണത്തിന്റെ ഇതങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സിന് പകരം ഇത് അല്ലാഹു നൽകിയ അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ആദർശ വിവാഹത്തിന് മുൻകൈയെടുക്കുവാൻ, തീരുമാനമെടുക്കുവാൻ നമ്മുടെ യുവതി യുവാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 11ാമത്തെ വചനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലാഹു പറയുന്നു, പരീക്ഷണങ്ങളുടെ സന്ദർഭം വരുമ്പോൾ പിന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഒരു ഓരത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ വഴിപ്പെടുന്ന ആളുകളുണ്ട്, ഒരു തെല്ലിൽ നിന്നുകൊണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം വന്നാലോ ഭൗതികമായ നേട്ടമുണ്ടായാൽ എന്തെങ്കിലും ഒരു ഭൗതികമായ നേട്ടമുണ്ടാകുന്ന വിഷയം വരുമ്പോൾ അവർ വളരെ സന്തുഷ്ടരായിരിക്കും. അഥവാ വല്ല പരീക്ഷണത്തിൽ അകപ്പെട്ടാൽ, എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രതിസന്ധി ഘട്ടം വന്നാലോ അവർ തിരിഞ്ഞുകളയുകയാണ് ചെയ്യുക. ഖസ്റദ് ദുനിയ വൽ ആഖിറ, അവർക്കാണ് ഇഹവും പരവും നഷ്ടപ്പെട്ടത്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അതാണ് പെരിയ നഷ്ടം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നു. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും ഇസ്ലാമികമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള വിവേകം തന്ന് ദിശാബോധം നൽകി
ജീവിത വീക്ഷണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകും.